ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 648 പേരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും വിദ്യാർത്ഥികൾക്കായി സാങ്കേതിക അധിഷ്ഠിത ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്രമന്ത്രിയും രാജ്യസഭാ നേതാവുമായ ജെ പി നഡ്ഡ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, സഹമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ, വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ എംപിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും പാർട്ടികളുടെ നിലപാടുകളും അംഗങ്ങൾ അറിയിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഓഗസ്റ്റ് 21 വരെയാണ് സമ്മേളനം. പഹൽഗാം ഭീകരാക്രമണം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിഷയങ്ങളിൽ ചർച്ച നടത്തുക എന്നതാണ് പ്രതിപക്ഷം ഒന്നാകെ ആവശ്യപ്പെടുന്നതെന്ന് ആർഎസ്പി അംഗം എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുകെ, മാൽദ്വീപ് സന്ദർശനത്തിന് ഈ മാസം 23-ന് തുടക്കമാകും. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ യുകെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 25-ന് മാൽദ്വീപ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായാണ് സൂചന. കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. തേവലക്കര ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിന് നാളെ മറുപടി നൽകുമെന്നും ഏത് തരം നടപടിയെയും നേരിടാൻ മാനേജ്മെന്റ് തയ്യാറാണെന്നും കമ്മിറ്റി മാനേജർ ആർ തുളസീധരൻ പിള്ള പറഞ്ഞു. അതേസമയം കേബിളിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകാനുള്ളതിനാൽ സ്കൂളിന് നാളെ കൂടി അവധിയായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം മിഥുന്റെ മരണത്തിൽ അന്വേഷണ സംഘം കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുക്കും. മാനേജ്മെന്റ് ഭാരവാഹികൾ, കെഎസ്ഇബി ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർത്താകും കേസെടുക്കുക. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും. ബുധനാഴ്ച മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. നിലവിലെ സമയക്രമം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഉണ്ടായ സാഹചര്യം യോഗത്തിൽ മന്ത്രി വിശദീകരിക്കും. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 648 പേരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് 115, മലപ്പുറം 110, പാലക്കാട് 421, എറണാകുളം 1, തൃശൂർ 1 എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ. സംസ്ഥാനത്ത് ആകെ 30 പേർ ഹൈയസ്റ്റ് റിസ്കിലും 97 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊല്ലം സ്വദേശിനി അതുല്യ ഷാർജയിൽ മരണമടഞ്ഞത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി മൃതശരീരം നാട്ടിലെത്തിക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എംപി വിദേശകാര്യമന്ത്രിയോടും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനോടും ആവശ്യപ്പെട്ടു. അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതുല്യയുടെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും വിദ്യാർത്ഥികൾക്കായി സ്ട്രീം അധിഷ്ഠിത ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സംഘടിപ്പിച്ച നവസാങ്കേതിക വിദ്യാ ശില്പശാലയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു തലമാണ് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിഭാ പോഷണ പരിപാടികളിലൂടെ നടപ്പാക്കുന്നത്.
പുതിയ സാങ്കേതിക വിദ്യകളെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴേ പരിചയപ്പെടുത്തിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവർക്ക് ചുവടുവയ്ക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരണമടഞ്ഞ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംഭവം അത്യന്തം വേദനാജനകമാണെന്നും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തിന്റെ വരവറിയിച്ച് നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ജലോത്സവങ്ങളുടെ ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ തുടങ്ങി. മഴക്കെടുതിയിലും ആവേശമൊട്ടും ചോരാതെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ സംസ്ഥാനത്തെ വള്ളംകളിക്കാലത്തിന് തുടക്കമായി. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ബോട്ട് ക്ലബ്ബുകളുടെ പരിശീലന ക്യാമ്പുകളുടെ ആരവം മുഴങ്ങി. ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും കഠിന പരിശീലനത്തിലാണ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ തുടങ്ങിക്കഴിഞ്ഞു. 3,78,00,000 രൂപയുടെ ബജറ്റാണ് ഇത്തവണ നെഹ്റു ട്രോഫിക്കായി അംഗീകരിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഒരുക്കങ്ങളും തുടങ്ങി. ഇത്തവണ 14 വേദികളിലാണ് മത്സരം. മലബാറിലും വള്ളംകളി ഉണ്ടാവും. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും സമുദായ നേതാക്കൾ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ. ശ്രീനാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് SNDP ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഭിന്നിപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ക്യാമ്പയിൻ ആര് നടത്തിയാലും പ്രതിപക്ഷം അതിനെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിലെ ആയുഷ് സ്ഥാപനങ്ങൾക്കുള്ള NABH പുരസ്കാര അനുമോദന ചടങ്ങ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 19 ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സ്ഥാപനങ്ങൾക്കാണ് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. 40-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ച കാസർകോട്ടെ സഞ്ചാരിയും എഴുത്തുകാരനുമായ C. മുഹമ്മദ് കുഞ്ഞിക്ക് നാട് സ്നേഹാദരമൊരുക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. C. മുഹമ്മദ് കുഞ്ഞിയുടെ പുസ്തകത്തിന്റെ പ്രകാശനവും അനുബന്ധ പരിപാടികളും കാഞ്ഞങ്ങാട്ട് വിപുലമായി നടത്താൻ ചേർന്ന സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. മുഹമ്മദ് കുഞ്ഞി 1987 വിദേശയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മക്കയിലും ഈജിപ്തിലും ജോർദാൻ, പാലസ്തീൻ, ഇസ്രായേൽ, ഇറാഖ്, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, തുർക്കി, ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി, റോം, വത്തിക്കാൻ എന്നിവിടങ്ങളിലെ ചരിത്ര നഗരങ്ങളും നേരിൽ കണ്ടു. മുഹമ്മദ് കുഞ്ഞി നേരത്തെ എഴുതിയ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും സർക്കാർ സേവനങ്ങളും എന്ന പുസ്തകവും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകി സ്കൂൾ ലൈബ്രറിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് അധികൃതരുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. സ്വകാര്യ ബസ് അമിത വേഗതയിൽ സ്കൂട്ടറിൽ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണ് കമ്മീഷൻ നടപടി. റൂറൽ ജില്ലാ പോലീസ് മേധാവിയും RTOയും ഇക്കാര്യം അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേസ് ഓഗസ്റ്റ് 26 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. റോഡിൽ വീണുകിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് അപകടം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരം വീണ് പൊട്ടിയ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 648 പേരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും വിദ്യാർത്ഥികൾക്കായി സാങ്കേതിക അധിഷ്ഠിത ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.